രാജു, രാധേ, നീ എന്താ ഈ പുസ്തകവും പിടിച്ചിങ്ങനെ ചിരിക്കുന്നത്? ചിരിക്കാതിരിക്കാൻ പറ്റുമോ രാജു? ഇതിൽ മനുഷ്യശരീരത്തിലെ സംവേദനങ്ങളെക്കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗ്രൂപ്പ് ചർച്ചയുടെ രൂപത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓഹോ, അതെന്താ അങ്ങനെ ചിരിക്കാൻ മാത്രം? നോക്ക്, ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് ശരീരം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നാണല്ലോ പറയുന്നത്. ഇതൊരു തമാശയായി എനിക്ക് തോന്നി. ഹഹ, അത് ശരിയാണ്. നമ്മൾ ചിരിപ്പോൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൽ വരുമല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നതിൽ പറയുന്നുണ്ട്. ഇത് സ്വാഭാവികമല്ലേ? അതെ, അതുപോലെ സിംഹത്തെ കണ്ട മുയൽ പേടിച്ച് ഓടിപ്പോകുന്നു. ഇതൊരു തമാശയായി തോന്നി. സിംഹത്തെ കണ്ടാൽ ആരും ഓടാതിരിക്കും? ചിലപ്പോൾ സിംഹം ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഈ മുയലുകൾ എന്നെ കണ്ടാൽ ഓടുന്നത് എന്ന്. രാധേ, നീ ഇത് വെച്ചൊരു സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിക്ക് പോകേണ്ട ആളാണ്. പിന്നെ എന്തൊക്കെയാ ഇതിലുള്ളത്? നമ്മുടെ കണ്ണുകളുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ് എന്ന്. കണ്ണില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെയൊക്കെ ചെന്ന് ഇടിച്ചേനെ. അതെ അതെ, കണ്ണുനീർ ഗ്രന്ഥികളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ സങ്കടം വരുമ്പോൾ കരയുന്നതും ഉള്ളിയുടെ അടുത്തു പോകുമ്പോൾ കരയുന്നതുമൊക്കെ ഈ ഗ്രന്ഥികളുടെ കഴിവുകൊണ്ടല്ലേ? തീർച്ചയായും. ഇതിൽ പറയുന്നത് കണ്ണുനീർ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ കരയുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് സാരം. ഇനി ആരെങ്കിലും കരയുന്നതിന് വഴക്കു പറഞ്ഞാൽ ലൈസോസൈമിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഹോ, അപ്പോൾ കണ്ണ് വെറുതെ കണ്ണല്ല, ഒരു ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം കൂടിയാണല്ലേ? ശരിക്കും. പിന്നെ ഇതിൽ പീതബിന്ദുവിനെക്കുറിച്ചും അന്ധബിന്ദുവിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അന്ധബിന്ദുവിൽ പ്രകാശഗ്രാഹിക കോശങ്ങൾ ഇല്ലാത്രേ. ഭാഗ്യം. എല്ലാ സ്ഥലത്തും പ്രകാശഗ്രാഹിക കോശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കണ്ണടച്ചാലും എല്ലാം കണ്ടേനെ. അപ്പോൾ ഉറങ്ങാനും പറ്റില്ലായിരുന്നു. ഹഹ, സത്യം, ഒരു സ്വകാര്യതയുമില്ലാതെ പോയേനെ. പിന്നെ നമ്മുടെ കണ്ണുകളെക്കുറിച്ചിതിൽ പറയുന്നുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനുമാണ് പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത്. അത് ശരിയാണ്. നമ്മൾ ചിലപ്പോൾ ഇരുട്ടത്ത് പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ കണ്ണ് ഇറുക്കി പിടിക്കാറില്ലേ? അത് ഈ പ്യൂപ്പിൾ അതിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലേ? അതെ അതെ, പ്യൂപ്പിളിന് 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണത്രേ സാധാരണ വലിപ്പം. വലിപ്പം കൂടുമ്പോൾ 16 മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാനാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോകളെപ്പോലെ ഇരുട്ടത്ത് കാണുന്നതും തീവ്രപ്രകാശത്തിൽ കണ്ണ് സംരക്ഷിക്കുന്നതും ഈ പാവം പ്യൂപ്പിളിന്റെ കഴിവുകൊണ്ടാണല്ലേ? സൂപ്പർ ഹീറോ ആവാൻ കണ്ണട വേണ്ട, ഒരു പ്യൂപ്പിൾ മതി. ഹോ, ഈ പുസ്തകം നല്ല രസമാണല്ലോ. ഇത്രയും കാലം നമ്മളിതിനെ വെറും പാഠപുസ്തകമായി കണ്ടു. അതാണ് രാജു, എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിലിരിക്കും. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പുസ്തകം അടയ്ക്കുന്നു.